എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങളെല്ലാവരും PSCയുടെ ഫൈനൽ ആൻസർ കീ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ വന്നിട്ടുള്ള ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ കായിക താരം. ആൻസർ എന്താ? നീരജ് ചോപ്രയല്ലേ? കാരണം ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ലേ, ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്രയാണ് അല്ലേ? പക്ഷെ PSCയുടെ ആൻസർ കീ വെച്ചിട്ട് അഭിനവ് ബിന്ദ്രയാണ്. അപ്പോൾ അത്ലറ്റിക്സ് വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റ്സ് ആണ് അല്ലേ? ഓട്ടം, അതുപോലെ തന്നെ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഇതൊക്കെയാണ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ വരുന്ന ഈവൻറ്റ്സ്. അപ്പോൾ അഭിനവ് ബിന്ദ്രയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഷൂട്ടിങ്ങിനാണ്. അത് നമ്മൾ അത്ലറ്റിക് ഈവൻറ്റ്സിൽ പെടുത്താത്ത ഒന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും നീരജ് ചോപ്ര എന്നുള്ള ഒരു ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അല്ലാത്ത ആൾക്കാർ അഭിനവ് ബിന്ദ്ര എന്നുള്ള ആൻസറിലേക്ക് എത്തും. കാരണം ഈ അത്ലറ്റിക്സ് വിഭാഗം ശ്രദ്ധിക്കാത്ത ആൾക്കാരാണെങ്കിൽ അഭിനവ് ബിന്ദ്ര എന്നുള്ള ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ആ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റുഡൻറ്റിന് 1.33 മാർക്സ് അവിടെ പോവുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് അവിടെ 1 മാർക്ക് കിട്ടുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം 2.33 മാർക്സിൻ്റെ വ്യത്യാസം വരിക. അപ്പോൾ PSCയുടെ ആൻസർ കീയിലുള്ള ഒരു മിസ്റ്റേക്ക് കാരണം അവിടെ സ്റ്റുഡൻസ് സഫർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ PSC അധികൃതരിലേക്ക് എത്തുമെന്നുള്ള ഒരു വിശ്വാസത്തിലും അതുപോലെ തന്നെ അവർ കറക്റ്റായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.